വന്ദേമാതരം വിവാദം ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. കത്തിപ്പടർന്ന് തുടങ്ങി. അത് ബംഗാളിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഏതാണ്ട് വലിയ കാര്യം ബംഗാളികൾക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ടൊന്ന് കാണിക്കണം. അതിനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ 1937 അംഗീകരിച്ചിരുന്ന വന്ദേമാതരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ മൊത്തം 6 ഖണ്ഡങ്ങളും ഉൾപ്പെടുത്തി അത് പാടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി. 3 മിനിറ്റും 10 സെക്കൻഡും നേരം എഴുന്നേറ്റ് നിൽക്കണം ഇത് കേൾക്കാൻ. ഇപ്പോൾ വന്ദേമാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതമായിട്ടാണ് അംഗീകരിച്ചേക്കുന്നത്, അല്ലാതെ ദേശീയ ഗാനം എന്നുള്ള രീതിയിലല്ല. ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ്. അത് എല്ലാവരും ആലപിക്കാറുണ്ട്. അതിന് എഴുന്നേറ്റ് നിൽക്കണം. കാരണം അതിന് നാഷണൽ ഫ്ലാഗിനും ദേശീയ ഗാനത്തിനും ഇതിനും നാഷണൽ ആന്തത്തിനും ഒരേ തുല്യ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നിയമം. ആർട്ടിക്കിൾ 51 നമ്മുടെ ഭരണഘടനയിലെ അത് 51 ക്യാപിറ്റൽ എ, അതിൽ എയിൽ തന്നെ ദേശീയ ഗാനത്തെയും അതേപോലെ തന്നെ ദേശീയ പതാകയും ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അത് എല്ലാവരും അതായത് ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും ഒക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ദേശീയ ഗാനം യഥാർത്ഥത്തിൽ അത് പാടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മിനിറ്റോളം മാക്സിമം വരും. ഈ വന്ദേമാതരം നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന ആകാശവാണിയിലെ ആദ്യം രാവിലെ കേൾക്കുന്നത് വന്ദേമാതരമാണ്. അതിൻ്റെ ആദ്യത്തെ ഖണ്ഡങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ആ വരികൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം അടുത്ത വരികൾ ഉപയോഗിക്കാത്തത് ഇരുന്നതിനൊരു കാരണമുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ ഈ ഈശ്വര സ്തുതികൾ എന്ന് പറയുമ്പോൾ ദേവീ സ്തുതികൾ, ദുർഗ, അതുപോലെ ലക്ഷ്മി ദേവി, ഇവരെയൊക്കെ ആദരിക്കുന്ന ഒരു വരികളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയത് ഇന്ത്യയിൽ ദേശീയ നേതാക്കളാണ്, വേറെ ആരുമല്ല. ഈ വന്ദേമാതരം എഴുതിയത് യഥാർത്ഥത്തിൽ ഇങ്ങനൊന്നും ഉദ്ദേശിച്ചൊന്നും എഴുതിയതല്ല. ബംഗാളിലെ വളരെ പ്രശസ്തനായ ഒരു കവിയും നോവലിസ്റ്റുമായ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, അദ്ദേഹത്തിന് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നും അറിയപ്പെടും. ചാറ്റർജി എന്ന് വിളിക്കുമെങ്കിലും ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എന്ന് പറയുന്ന ബംഗാളി കവിയും നോവലിസ്റ്റുമാണ് അത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആനന്ദമത് എന്ന് പറയുന്ന ബംഗാളി നോവലിലാണ് യഥാർത്ഥത്തിൽ ഈ പദ്യഭാഗം ഉൾക്കൊള്ളിച്ചേക്കുന്നത്, ഈ പദ്യം ഉൾക്കൊള്ളിച്ചേക്കുന്ന ഈ വരികൾ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ വരികൾ വലിയൊരു പ്രചോദനമാക്കി മാറി എന്നുള്ളതും സത്യമാണ്. അപ്പം 1937 കോൺഗ്രസ് അംഗീകരിച്ചത്, അത് ദേശീയ നേതാക്കളെന്ന് പറയുന്നത് അവരേ ഉള്ളെന്ന്, വേറെ ആരും ഇല്ല. ഈ പറയുന്നവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിനൊരു ജാഥ പോയി കാണാൻ അത് വേലിപ്പത്തലെ പോലും പിടിച്ചു നോക്കി അത് കാണാൻ പോലും നിന്നിട്ടില്ലാത്ത ആളുകളാണ് ഇപ്പം ഇതിനെക്കുറിച്ച് വലിയ പറയുന്നത്. വന്ദേമാതരം പാടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. വന്ദേമാതരം പാടണം, അതിനെ ബഹുമാനിക്കണം. ഇന്നിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡറായിട്ട് ഇറങ്ങിക്കാണത്. അത് പൊതുപരിപാടികളിൽ, അതായത് പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടികളിൽ, അതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ്, അതേപോലെ ഗവർണർമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ, പിന്നെ ദേശീയ പ്രാധാന്യമുള്ള അങ്ങനെയുള്ള നാഷണൽ ആയിട്ടുള്ള ഫങ്ഷൻ, ഇതിലെല്ലാം ഈ ദേശീയ ഗീതം, അതായത് വന്ദേമാതരം പാടിയതിന് ശേഷം ജനഗണമന, അതായത് നാഷണൽ ആന്തം പാടണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്, ആലപിക്കണം. അപ്പോൾ ഇത്രയും സമയം എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. 3 മിനിറ്റും 10 സെക്കൻഡും നേരം എടുക്കും ഇതിൻ്റെ മുഴുവൻ ഇത് പാടി തീർക്കാൻ. അത് ചിലർ നല്ല വിശാലമായിട്ടങ്ങ് പാടാൻ തുടങ്ങിയാലോ ഇത് 3 മിനിറ്റ് 10 സെക്കൻഡ് നിൽക്കത്തില്ല. യഥാർത്ഥത്തിൽ ഒരു 5 മിനിറ്റ് വരെ എടുക്കും നല്ല വിശദമായിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. വളരെ ആലാപന ചാതുര്യോടുകൂടി പാടുന്ന ആളുകളുണ്ട്. അങ്ങ് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ജനഗണമനയൊക്കെ പാടുന്നതിന് അതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്, അതനുസരിച്ചേ പാടാൻ നോക്കുള്ളൂ. അല്ലാതെ ജനഗണമന നമ്മുടെ AR റഹ്മാൻ പാടിയ ജനഗണമന അല്ല വേണ്ടത്, ആ രീതിയിലുള്ളതല്ല ഇത്. അതുപോലെ വന്ദേമാതരം AR റഹ്മാൻ പാടിയിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ട് പാടിയിട്ടുണ്ട്. ആ വന്ദേമാതരം അല്ല, ആ രീതിയിൽ ഇത് ആലപിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി ഞാനതിന് കുറ്റം പറയല്ല.
നമ്മുടെ ദേശീയതയുടെ ഒരു ചിഹ്നമായിട്ട് അത് മാറിക്കഴിഞ്ഞെങ്കിൽ അത് വേണം. ഗവൺമെൻറ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം, അതിനും തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് ഭരണഘടനാ പരിരക്ഷ അതിനില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഭരണഘടനയിൽ പറഞ്ഞേക്കുന്നത് ഈ ദേശീയ പതാകയും നാഷണൽ ആന്തവും മാത്രമേ ഉള്ളൂ, ദേശീയ ഗാനവും മാത്രമേ ഉള്ളൂ. അല്ലാതെ വന്ദേ മാതരത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിച്ചിട്ടില്ല. പിന്നെ നാഷണൽ ഓണർ ആക്ട്, അതായത് 71 നിയമം അതനുസരിച്ച്, അതായത് അതിലും ഫ്ലാഗിനെയും ദേശീയ ഗാനത്തിനെയും നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തിനെയും നമ്മൾ ബഹുമാനിക്കണമെന്നും അത് ആദരിക്കുമ്പോൾ അത് പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അതുണ്ട്, അതിന് വേണം, നമ്മൾ അത് ആദരിച്ചേ പറ്റുള്ളൂ. അത് ബാധ്യതയാണ്, ചെയ്യണം, നിർബന്ധവുമാണ്. പിന്നെ തിയേറ്ററിലും ഇത് ആലപിക്കണമെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ തിയേറ്ററിൽ അത് ആലപിച്ച് അത് കേട്ടോണ്ടിരുന്ന് അത് എഴുന്നേൽക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ ദേശസ്നേഹികളുടെ എണ്ണം അങ്ങ് കൂടും, അപ്പോൾ എഴുന്നേറ്റ് നിൽക്കും എല്ലാവരും. അതിന് തിയേറ്ററിൽ ഇനി പോകുന്നതും ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ തീരുമാനം എടുക്കാൻ കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ല, ഒരു ബംഗാളി നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ നോവലിൽ, ആനന്ദമത് എന്ന് പറയുന്ന നോവലിൽ ഉൾപ്പെടുത്തിയ ഈ പദ്യം, ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ യഥാർത്ഥത്തിൽ വളരെ വീര്യം കൊടുത്തിട്ടുണ്ട്, ശരിയുമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വിധത്തിലും ഭാഗഭാഗാവാതിരുന്ന ആളുകൾ, അതിനെതിരെ പ്രവർത്തിച്ച ആളുകൾ ഇതും കൊണ്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ചതിക്കുഴി തിരിച്ചറിയേണ്ടത്. ഇവർക്കിത് പറയാനുള്ള യോഗ്യത എന്താ? ഇപ്പോൾ ഭാരതാംബയും കൊണ്ട് നടക്കുകയാണ്. ഭാരതാംബ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു, അസലായ പ്രസംഗമായിരുന്നു കേട്ടോ. അദ്ദേഹം നല്ല അന്തസ്സായിട്ട് നടത്തിയ പ്രസംഗം വളരെ നല്ലതായിരുന്നു. അതായത് എപ്സ്റ്റീൻ ഫയൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ മറ്റൊരു മന്ത്രി അദ്ദേഹത്തിനെയും ഭീഷണിപ്പെടുത്തിയാണ് ഈ കരാർ അമേരിക്ക അംഗീകരിക്കാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന വിധത്തിൽ അവർ കൊണ്ടുവന്നു എന്നുള്ള ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ എപ്സ്റ്റീൻ ഫയലിൽ ഇതുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും. ഹർഷിത് സിംഗ് പുരി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം US-ൻ്റെ ഇന്ത്യൻ അംബാസിഡർ, അതായത് യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യൻ അംബാസിഡറായിട്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം ഇയാളെ കാണാനിട വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറെ വിധത്തിലാണെങ്കിൽ അയാൾ ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും. ഇത് പുറത്താവും എന്നുള്ള ഭയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കിയത് ഇന്ത്യ ഓച്ഛാനിച്ച് നിൽക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ തെറ്റൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം ഭാരതാംബയെ വിറ്റുതൊലച്ചു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു, സത്യമല്ലേ? കാരണം നമ്മുടെ സ്വാതന്ത്ര്യം പോലും അടിയറ വെച്ചതല്ലേ. നമ്മൾ ഇന്ധനം വാങ്ങുന്നത് എവിടുന്ന് വേണം, എണ്ണ വാങ്ങുന്നത് എവിടുന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, ഇന്ത്യക്കാരാണ്, ഇന്ത്യയാണ്. അതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് അല്ല അതിന് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ പറയണമെങ്കിൽ അത് വെനിസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങിച്ചോണം, വേറെ എങ്ങും എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് പറയാൻ ഈ ട്രംപ് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വേറെ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അല്ലാതെ അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ പ്രസിഡന്റോ അല്ല ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. എന്നിട്ട് ഇത് അറിയുന്നതോ ജനങ്ങളെ, ഇത് പുറത്ത് മിണ്ടത്തില്ലല്ലോ. ഇപ്പോൾ പോലും ഒരു തീരുമാനം ഇതിന് പുറത്ത് വന്നിട്ടില്ല. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് കള്ളമാണെന്നോ ശരിയാണെന്നോ പറയാൻ ഇതുവരെ ഉള്ള ചങ്കൂറ്റം നമുക്ക് ഈ പറയുന്ന ആൾക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്ന വന്ദേമാതരം പാടിക്കൊണ്ടിരുന്നാൽ മതി. വന്ദേമാതരം പാടിക്കൊണ്ടിരുന്നാൽ നമ്മൾ അടിയറ വെച്ച സ്വാതന്ത്ര്യം ഇല്ലാതാക്കല്ലേ. ഈ ഇരട്ടത്താപ്പാണ്. നമ്മുടെ സ്വാതന്ത്ര്യം അടിയറ വെച്ചിട്ട് വന്ദേമാതരം പാടിയാൽ അത് തിരിച്ചു കിട്ടുമോ? അത് മാത്രം ചിന്തിക്കണം. ഇത് തെറ്റാണ് ഈ ചെയ്യുന്നതെല്ലാം. കാരണം ഇന്ത്യയിലെ പാർലമെൻറ്റ് അറിയണം, ഇന്ത്യയിലെ ജനങ്ങൾ അറിയണം എന്താണ് ആ കരാറെന്ന്. അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കണ്ണുരുട്ടിയാൽ അതിന് വീഴുന്നതാണോ? ഇവരൊക്കെ വേണ്ടവരാണോ ഇവർ? ആദ്യം അത് ചിന്തിക്കണ്ടേ. ലോകത്തെ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ ഒരു ശക്തി എന്ന് പറയുന്ന ഉയർന്നേക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യയാണ് ഇതേപോലെ ഓച്ഛാനിച്ച് നിൽക്കേണ്ട ഗതികേട് ഇന്ത്യക്കാണ് ഉണ്ടായിരിക്കുന്നത്.
അതിൻ്റെ കാരണം എന്താണെന്ന് വെളിവാക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്നിട്ട് അയാളെ സംസാരിക്കാൻ അനുവദിക്കുമോ? ഇല്ലല്ലോ. അയാളെ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. കാര്യം അയാൾ വാ തുറന്ന അയാൾ കാര്യം പറയും. കാര്യം പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അതായത് ശരിയായ രീതിയിൽ ആ ജനങ്ങളിതൊന്നും അറിയരുത്. ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവരുത്. ഇവർക്ക് എന്തും കാണിക്കാം, പക്ഷേ ആരും പറയാൻ പാടില്ല. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ട്രംപിൻ്റെ കാൽ കീഴിൽ അടിയറ വെച്ചിട്ട് വന്ദേ മാതരം പാടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും എന്നുള്ള ധാരണ വേണ്ട. അത് തെറ്റാണ്.